ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം അടുത്ത് വന്നിരിക്കുകയാണ്. അവിടെ മക്കളെ നമുക്ക് അപ്പോഴുള്ള ഒരു ധാരണയാണ് ഡബിൾ പാസ് എങ്ങനെ അടിക്കാം. യെസ്, അവിടെ ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ 36 മാർക്ക് കിട്ടിയാൽ മതി. ഈ ഒരൊറ്റ വീഡിയോയിൽ ഏറ്റവും ചാപ്റ്റർ നമ്പർ 1 മുതൽ 12 ചാപ്റ്റേഴ്സിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത് വെച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിന് ജോൺ വാൻ ന്യൂമൻ ആർക്കിടെക്ചർ ഫോർ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ്. ആ ഡയഗ്രാം വരക്കാം. ഏത് ഡയഗ്രാം? CPU-ൻ്റെ ആ ഡയഗ്രാം. എന്താടാ, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്റ്റോറേജ്. ഇവിടെ വേറെ CPU. ഈ CPU-ൻ്റെ ഉള്ളിൽ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ALU ഉണ്ട്, അതേപോലെ ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ ഇവിടെ ഇൻപുട്ട് യൂണിറ്റ്, അതുപോലെ ഇവിടെ ഔട്ട്പുട്ട് യൂണിറ്റ്. മക്കൾ ഓർത്ത് വെക്കേണ്ടത്, ഈ ജോൺ വാൻ ന്യൂമാൻ കണ്ടുപിടിച്ച ആള് അല്ലേ, വാൻ ന്യൂമാൻ ആർക്കിടെക്ചറാണ് കണ്ടുപിടിച്ച വ്യക്തി ജോൺ വാൻ ന്യൂമാണ്. അത് സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് എന്ന് പറയും. അയാൾ കണ്ടുപിടിച്ച മിഷീൻ്റെ പേരാണ് എഡ്വാർഡ് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. അവിടെ അത് പൂർണ്ണമായി. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, compare any 3 features of 5 generations of computer. 1G ആ ടേബിൾ ഓർത്ത് വെക്കുക. 1G 2G 3G 4G 5G 1Gയിൽ യൂസ് ചെയ്യുന്നത് വാക്യൂം ട്യൂബ്സ് ആണ്. 2Gയിൽ ട്രാൻസിസ്റ്റർ, IC, മൈക്രോ പ്രോസസർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് മെഷീൻ ലെവൽ ലാംഗ്വേജ് ആണ്. ഇതാണെങ്കിൽ അസംബ്ലി ലെവൽ ലാംഗ്വേജ് ആണ്. ഇത് ഐ ലെവൽ ലാംഗ്വേജ്. 4G ഐ ലെവൽ ലാംഗ്വേജ്, 5G ഐ ലെവൽ ലാംഗ്വേജ്. ആ ഫീച്ചേഴ്സ് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്താൽ മതി. ഈ 2 ക്വസ്റ്റ്യൻ ചാപ്റ്റർ 1 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അബാക്കസ് ജസ്റ്റ് നോക്കാം. അബാക്കസ് പറഞ്ഞാൽ കൗണ്ടിങ് ഫ്രെയിം ആണ്. മെസ്സപ്പെട്ടോമിയൻസ് കണ്ടുപിടിച്ച് ആ ഒരു 3 ക്വസ്റ്റ്യൻ ഇതോടുകൂടെ ചാപ്റ്റർ 1 കഴിഞ്ഞു. ചാപ്റ്റർ 2ലേക്ക് വരുമ്പോൾ ബേസ് ഓർ റാഡിക്സ്, നമ്പർ സിസ്റ്റം പഠിക്കണം. നമ്പർ സിസ്റ്റം ബേസ് ഓർ റാഡിക്സ് പറഞ്ഞാൽ ഒരു നമ്പർ ഓഫ് elements in a number system is called base or radix. 4 ടൈപ്പ് നമ്പർ സിസ്റ്റം ഉണ്ട്. ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ. ഡെസിമലിൽ 10 പേര്, ബൈനറിയിൽ 2, ഒക്ടൽ 8, ഹെക്സാഡെസിമലിൽ 16. ഡെസിമൽ എന്ന് പറയുമ്പോൾ 0 മുതൽ 9 വരെ, ബൈനറി പറയുമ്പോൾ 0ഉം 1ഉം, ഒക്ടൽ എന്ന് പറഞ്ഞാൽ 0 മുതൽ 7 വരെ, ഹെക്സാഡെസിമൽ 0 മുതൽ 9, A മുതൽ F വരെ. ഇത് മാത്രം പഠിക്കുക പോവാം. Briefly explain 3 method of representation of integers. Problem പഠിക്കണം. Sign and magnitude method, 1's complement method, 2's complement method. നിർബന്ധമായിട്ടും ഒരു പ്രോബ്ലം ചെയ്ത് പഠിക്കണം. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആയിക്കോട്ടെ, 1's ആയിക്കോട്ടെ, 2's ആയിക്കോട്ടെ, ഒരു ചേഞ്ചും ഉണ്ടാവില്ല. നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ ആദ്യത്തെ ബിറ്റ് 1 ആവും. 1's കോംപ്ലിമെൻ്റ് ആണെങ്കിൽ റീപ്ലേസ് ഓൾ 0/1 ആൻഡ് 1/0. 2's കോംപ്ലിമെൻ്റ് ആണെങ്കിൽ 1's കോംപ്ലിമെൻ്റ് കണ്ട് അതിനോട് 1 ആഡ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പാൻഡ് ആസ്കി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ കമ്പ്യൂട്ടർ. 4 റെപ്രസെൻറ്റേഷൻ ആണുള്ളത്. ആസ്കി, ഇസ്കി, എബ്സിഡിക്, യൂണിക്കോഡ്. ആസ്കി എന്ന് പറഞ്ഞാൽ എന്താ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. ഇസ്കി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. എബ്സിഡിക് എക്സ്റ്റൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. യൂണിക്കോഡ് യൂണിവേഴ്സൽ കോഡാണ്. അവിടെ പൂർണ്ണമായി. ഡ്യുവൽ കാണാൻ ചോദ്യം വന്നാൽ ചെയ്യേണ്ടത്, കാണുന്ന 0നെ മൊത്തം 1 ആക്കുക, 1നെ 0 ആക്കുക, പ്ലസിനെ ഡോട്ട് ആക്കുക, ഡോട്ടിനെ പ്ലസ് ആക്കുക. ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ, ഇതാണ് ചോദ്യമെങ്കിൽ ഇതിൻ്റെ ഡ്യുവൽ കാണണമെങ്കിൽ സിമ്പിളാണ്. എക്സ് തന്നെയാണ്. പ്ലസ് ഉള്ളത് ഡോട്ട് ആവും, 0 ഉള്ളത് 1 ആവും, വീണ്ടും പ്ലസ് ഡോട്ട് ആവും, എക്സ് ബാർ ആവും. ഇത്രേ ഉള്ളൂ. 0 1 ആക്കുക, 1 0 ആക്കാം. കോംപ്ലിമെന്റ് ലോ പ്രൂവ് ചെയ്യാൻ ചോദിക്കും. കോംപ്ലിമെന്റ് ലോ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു 1 ആണ്. മറ്റൊന്ന് എക്സ് ഡോട്ട് എക്സ് ബാർ ഈക്വൽ ടു 0. അവിടെ മക്കളെ കറക്റ്റ് സാധനം എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇതുമായിട്ട് കോംപ്ലിമെന്റോ കമ്മ്യൂട്ടേറ്റീവ് കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഐഡംപൊട്ടന്റ് ലോ അല്ലെങ്കിൽ ഇൻവല്യൂഷൻ ലോ, ഇതേ ചോദ്യം വരുള്ളൂ. ഇതിൻ്റെ പ്രൂഫൊക്കെ ചോദിക്കുകയാണെങ്കിൽ സിമ്പിളാണ്. എക്സ് എഴുതാം, എക്സ് ബാർ എഴുതാം, അതേപോലെ എക്സ് പ്ലസ് എക്സ് ബാർ, അതുപോലെ എക്സ് ഡോട്ട് എക്സ് ബാറും കാണാം. 0 വന്നാൽ 1, 0 വന്നാൽ അതിൻ്റെ ബാർ വന്നാൽ 1ഉം 0യും. എക്സ് പ്ലസ് എക്സ് ബാർ 0 + 1 1 ആണ്, 1 + 0 1 ആണ്. എന്ത് സംഭവിച്ചാലും ആൻസർ 1 ആണ്. എക്സ് ഡോട്ട് എക്സ് ബാർ ആണെങ്കിൽ 0 × 1 0 ആണ്, 1 × 0 0 ആണ്. എന്ത് സംഭവിച്ചാലും
ആൻസർ 0. ഇതാണ് അതിൻ്റെ പ്രൂഫ്. വിച്ച് ഗേറ്റ് ആർ കോൾഡ് യൂണിവേഴ്സൽ ഗേജ്? 2 ഗേജിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗേജ്. നാൻഡ് ഗേജും നോർ ഗേജിനും പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗേജ്. അതിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഡി ഇടുക, ഒരു റൗണ്ട് ഇടുക. ഇത് എക്സ് ആണ്, ഇത് വൈ ആണെങ്കിൽ ആൻസർ ഈസ് എക്സ് ഡോട്ട് വൈ ഓൾ ബാർ. ഓർ നോർ ഗേറ്റ് ആണെങ്കിൽ ഇതാ ഇത്ര ഉള്ളൂ, എക്സും വൈയും. എക്സും വൈയും വന്നാൽ ഇതാ എക്സ് പ്ലസ് വൈ ഓൾ ബാർ. നെക്സ്റ്റ്, 4 രജിസ്റ്റേഴ്സ് ഇൻ CPU. 5 ടൈപ്പ് രജിസ്റ്റർ ഉണ്ട്. അക്യുമുലേറ്റർ, MAR മെമ്മറി അഡ്രസ് രജിസ്റ്റർ, MBR മെമ്മറി ബഫർ രജിസ്റ്റർ, IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് PC പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ ആണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. എന്താ പ്രോഗ്രാം കൗണ്ടർ? ഏത് ഇൻസ്ട്രക്ഷൻ ആണോ വർക്ക് ചെയ്യേണ്ടത്, ഇറ്റ് is store the address of next instruction to be executed. അടുത്തത് എന്ത് വർക്ക് ചെയ്യണം തീരുമാനിക്കുന്ന ആളാണ് PC. റാം വേഴ്സസ് റോം 4 പോയിന്റ്സാണ് പഠിക്കേണ്ടത്. റാമും റോമും, റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി. വോളറ്റൈലാണ്, നോൺ വോളറ്റൈൽ. എന്താ വോളറ്റൈൽ? ഡാറ്റ വിൽ ലോസ് വെൻ ദ പവർ ഈസ് ഓഫ്. ഇതെന്താ? പെർമനന്റ് ഡാറ്റ ആണ്. എടാ പെർഫോമൻസ് നിർണ്ണയിക്കാനാണ് റാം, മറ്റത് മൂട്ടിംഗ് പ്രോഗ്രാമാണ്. റീഡിങ്ങും റൈറ്റിങ്ങും നടക്കും, എന്നാൽ റോമിൽ റീഡിങ് മാത്രമേ വെച്ചുള്ളൂ. സോ അടുത്ത് റോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. 3 ടൈപ്പ് റോംസ് ഉണ്ട്. 3 ടൈപ്പ് റോം. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. വൺസ് ഡെവലപ്പ് ചെയ്ത സമയത്ത് ഡെവലപ്പ് ചെയ്തല്ല, മാനുഫാക്ചർ കമ്പനി അറ്റ് ദ ടൈം ഓഫ് മാനുഫാക്ചർ അത് ഡെവലപ്പ് ചെയ്ത സാധനമാണ് പ്രോമെങ്കിൽ. മായ്ക്കാൻ പറ്റുന്ന സാധനമാണ് ഈ പ്രോം. ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. മായ്ക്കാൻ പറ്റും UV റേഡിയേഷൻ വഴി. ആൻഡ് ഈ പ്രോം ഇലക്ട്രിക്കലി റൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. മായ്ക്കാൻ പറ്റും ഇലക്ട്രിക്കൽ പവർ കൊടുത്തിട്ട്. അവിടെ തീർന്നു ടൈപ്സ് ഓഫ് റോം. അടുത്ത സെക്ഷനിലേക്ക് വരാം. അറേഞ്ച് ചെയ്ത 4 ടൈപ്പ് മെമ്മറി തരും. റാം, ക്യാഷ്, ആ 4 മെമ്മറി തരും. അതിനെ അറേഞ്ച് ചെയ്യണം ബേസ്ഡ് ഓൺ ദയർ സ്പീഡ്. അപ്പം ഈ ഡയഗ്രം നമ്മുടെ മൈൻഡിലേക്ക് കൊടുത്തു മതി. അസെൻഡിങ് ഓഫ് ദയർ സ്പീഡാണ്, അസെൻഡിങ് ഓർഡറിലാണ്. ഏറ്റവും സ്പീഡ് കുറവുള്ളത് ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് റാം. റാം കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് കഴിഞ്ഞാൽ റാം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്യാഷ് ആണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ രജിസ്റ്റർ. എന്ന് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ വേസ്റ്റ് ഷുവർ കട്ട് ക്വസ്റ്റ്യൻ ആണ്. ഈ വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്. 4 മെത്തേഡ്സ് ആണ്. അത് ഡിസ്പോസൽ മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്? റീയൂസ്, അതന്നെ വീണ്ടും ഉപയോഗിക്കാൻ നോക്കാം. റീസൈക്കിൾ അല്ലേ, അത് ഉപയോഗിച്ച് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നോക്കുക. ഇൻസിനറേഷൻ, എന്താ ഇൻസിനറേഷൻ? ബേൺ ഇൻ എ ചിമ്മിനി. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലാൻഡ് ഫില്ലിംഗ് ആണ് നോട്ട് റെക്കമെൻഡഡ് മെത്തേഡ്സ്. സ്വാഭാവികമായിട്ടും അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റുഡൻസ് അല്ല, 4 ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 4 ഫങ്ഷൻസ് ഉണ്ട്. പഠിക്കാനുള്ള കോഡ് ഇത്ര ഉള്ളൂ, DFPM. എന്താ ഫങ്ഷൻസ് ഓഫ് OS? ഡിവൈസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്. അവിടെ അത് പൂർണ്ണമായി. സോ നെക്സ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതത്തിന് തൊട്ടു മുമ്പേ ഇതിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. CIA ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. 3 ലാംഗ്വേജ് പ്രോസസ്സറാണ്. ഒന്ന് CIA കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ. കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും അറ്റ് വൺസ്. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും ബൈ ലൈൻ. അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലെവൽ ലാംഗ്വേജിനാണ് ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. അവിടെ പൂർണ്ണമായി. സോ നെക്സ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം. അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. എല്ലാ അൽഗോരിതത്തിനും ഒരു പ്രത്യേകത, യൂസ് വേരിയബിൾ ടു റെഫർ ഡാറ്റ, ആക്സെപ്റ്റ് സം ഇൻപുട്സ്, steps must be finite on, precise and unambiguous on. After performing instructions, it produce some results. 5 points. So next one, what are the different symbols used in flowchart? Flowchart use ചെയ്യുന്ന symbol oval shape ആണ്. start or stop indicate ചെയ്യാൻ. parallelogram ഉണ്ട്, input or output, process or calculation, diamond decision making ആണ്, arrow mark input അല്ല flow lines, and last one is pair ആയി വരുന്ന സാധനം കണക്ടർ ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് 4 അഡ്വാൻറ്റേജസ് പഠിക്കാനുള്ളത്. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് അനാലിസിസ്, എഫക്റ്റീവ് സിന്തസിസ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എഫിഷ്യൻ്റ് ആയിട്ട് കോഡ് ചെയ്യാൻ പറ്റും. യെസ്, റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ടു പ്രിന്റ് ദ സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. പഠിക്കേണ്ട പ്രോഗ്രാംസിൽ വരുന്നതാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്.
സെക്കൻഡ് സ്റ്റെപ്പ് ഏത് അൽഗോരിതം വന്നാലും ഇൻപുട്ട് ചെയ്യണം. എത്ര നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണം? 3 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണം, എന്നാലേ സമ്മ് കാണാൻ കഴിയുള്ളൂ. സം ഈസ് ഈക്വൽ ടു 3 നമ്പേഴ്സ് സം ചെയ്യുക, A+B+C. ഫോർത്ത് സ്റ്റെപ്പ് ആവറേജ് ഫൈൻഡ് ചെയ്യണം. ആവറേജ് എങ്ങനെ കാണാം? സം ഡിവൈഡഡ് ബൈ 3 ആണ്. 5ാമത്തെ സ്റ്റെപ്പ് ഇതെല്ലാം പ്രിന്റ് ചെയ്യാം. പ്രിന്റ് സമ്മും പ്രിന്റ് ചെയ്യണം, ആവറേജും പ്രിന്റ് ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്റ്റോപ്പ് ആണ്. അവിടെ തീർന്നു. ഇതിന്റെ ഡയഗ്രാം വരക്കാം. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറർ. അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഡീബഗ്ഗിങ് എന്താന്ന് പഠിക്കാം. പ്രോസസ് ഓഫ് ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ് ആണ്. 3 ടൈപ്പ് എറർ ഉണ്ട്. സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. പഠിക്കേണ്ട സാധനമാണ്. എന്താ സിൻടാക്സ് എറർ? സിൻടാക്സ് എറർ എന്നാൽ ഡെഫിനിഷൻ പഠിക്കുക. ഇറ്റ് ഈസ് എ വയലേഷൻ ഓഫ് റൂൾസ് ആണ്. എക്സാമ്പിൾ മിസ്സിംഗ് ഓഫ് സെമിക്കോളം ഇടാൻ മറന്നു പോവുക. പ്രോഗ്രാമിന്റെ റൂൾ വയലേറ്റ് ചെയ്യുക, വയലേഷൻ ഓഫ് റൂൾസ് ആണ്. എന്താ ലോജിക്കൽ എററിന്റെ ഡെഫിനിഷൻ? എന്താ? ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ലോജിക്കിൽ വന്ന തെറ്റ്. അതായത് മിസ്മാച്ചിങ് ഓഫ് A+B ചെയ്യുന്നതിന് പകരം A×B ചെയ്യുക, അല്ലേ? എന്താ? യൂസ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ഇൻസ്റ്റെഡ് ഓഫ് പ്ലസ്. അപ്പോൾ അതെന്താ? ഉത്തരം കിട്ടും, കിട്ടിയ ഉത്തരം തെറ്റാണ്. ദാറ്റ് എറർ ഈസ് കോൾഡ് ലോജിക്കൽ എറർ. 3ാമത്തെ സാധനം റൺ ടൈം എറർ ആണ്. എന്താ റൺ ടൈം എറർ? ഇറ്റ് ഒക്കർ ഡ്യൂറിങ് എക്സിക്യൂഷൻ ടൈം ആണ്. റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് ചെയ്യുക, അതാണ് റൺ ടൈം എറർ. 5/0 A/B ചെയ്യുന്നിടത്ത് അറിയാതെ ബിന്റെ വാല്യൂ 0 കൊടുത്താൽ അവിടെ സ്റ്റക്ക് ആവും. വാട്ട് ആർ ദ റൂൾസ് ഫോർ കൺസ്ട്രക്ടിങ് ആൻഡ് ഐഡന്റിഫയർ? നമ്മുടെ ടോക്കൺസിലേക്ക് എത്തി. ചാപ്റ്റർ 5ലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഐഡന്റിഫയറിന്റെ റൂൾസ് ആണ്. 6 റൂൾസ് ഉണ്ട്. സ്പേസസ് ആർ നോട്ട് അലൗഡ്, സ്റ്റാർട്ടിംഗ് വിത്ത് ഡിജിറ്റ്സ് ആർ നോട്ട് അലൗഡ്, കീവേഡ്സ് ആർ നോട്ട് അലൗഡ്, സിംബൽസ് ആർ നോട്ട് അലൗഡ്. ദെൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അലൗഡ് ആണ്, അണ്ടർസ്കോറും അലൗഡ് ആണ്. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് ലിറ്ററൽസ്. 4 ടൈപ്പ് ലിറ്ററൽസ് ആണ്. ഇതേപോലെ വരണമെന്നില്ല, ഇതിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവാം. 9 ഈസ് എൻ ഇൻറ്റിജർ ലിറ്ററൽ ആണ്, പോയിന്റ് വരാത്ത നമ്പറാണ്. 9 സിംഗിൾ കോട്ട്സ് ഇട്ടാൽ അതിനെ പറയുന്ന പേരാണ് ക്യാരക്ടർ ലിറ്ററൽ ആണ്. 9 ഡബിൾ കോട്ട് ഇട്ടാൽ അതിനെ പറയുന്ന പേരാണ് സ്ട്രിംഗ് ലിറ്ററൽ. 9.0 പറഞ്ഞാൽ അതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്. വാട്ട് ഡു മീൻ ബൈ ടോക്കൺ? ടോക്കൺ പഠിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ടോക്കണിന്റെ ഡെഫിനിഷൻ എഴുതി പഠിക്കണം. ടോക്കണിന്റെ ഡെഫിനിഷനിൽ 3 പോയിന്റ് വേണം. 1ാമത്തെ പോയിന്റ് ആണ് ടോക്കൺ ഈസ് എ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ പ്രോഗ്രാം. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ എ പ്രോഗ്രാം. ടോക്കൺ ഈസ് ഓൾസോ കോൾഡ് ആസ് ലെക്സിക്കൽ യൂണിറ്റ്സ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്കൺ? ടൈപ്സ് ഓഫ് ടോക്കൺ പഠിക്കാം. ടൈപ്സ് ഓഫ് ടോക്കൺ പഠിക്കുമ്പോൾ കിലോപ്പ്. എന്താ കിലോപ്പ്? കീവേഡ്സ്, ഐഡന്റിഫയർ, ലിറ്ററൽ, ഓപ്പറേറ്റർ, പങ്ക്ച്വേറ്റേഴ്സ്. ലിസ്റ്റ് എനി 3 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്. 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഉണ്ട്. 1ാമത്തെ ആളാണ് ഇൻറ്റ്. ഇൻറ്റിന് 4 ബൈറ്റ്സ് ആണ് വേണ്ടത്. ഫ്ലോട്ട് ഉണ്ട്, പോയിന്റ് വരുന്ന നമ്പർ, അത് 4 ആണ്. ഡബിൾ ഉണ്ട്, എത്ര ബൈറ്റാ? 8 ബൈറ്റ്സ് ആണ്. വോയിഡ് ഉണ്ട്, ഒന്നും വേണ്ട, 0 ബൈറ്റ് മെമ്മറി. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്യാരക്ടർ ആണ്, 1 ബൈറ്റ് മെമ്മറി. എക്സ്പ്ലെയിൻ എനി 3 ഓപ്പറേറ്റേഴ്സ് ഇൻ C++. ഓപ്പറേറ്റേഴ്സ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കംപ്ലീറ്റ് പഠിക്കുക. അത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വരും. യൂണറി ഓപ്പറേറ്റർ ഉണ്ട്, യൂണറി പ്ലസ്, യൂണറി മൈനസ്, ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. 2ാമത്തെ സാധനമാണ് ബൈനറി ഓപ്പറേറ്റേഴ്സ്. ബൈനറി ഓപ്പറേറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് എലമെന്റ്സ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, പ്ലസ് മൈനസ്, ഇൻറ്റു, ഡിവിഷന്, മോഡുലസ്. റിലേഷണൽ ഓപ്പറേറ്റർ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ ആൻഡ്, ഓർ, നോട്ട്. അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ ഈക്വൽസ്. അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ 5 പേര്, പ്ലസ് ഈക്വൽ, മൈനസ് ഈക്വൽ, ഇൻറ്റു ഈക്വൽ, ഡിവിഷൻ ഈക്വൽ, മോഡുലസ് ഈക്വൽസ്. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, ഇൻപുട്ട് ഓപ്പറേറ്റർ ഉണ്ട്, 2 ഗ്രേറ്റർ ദാൻ. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉണ്ട്, 2 ലെസ് ദാൻ. And last one is ternary operator. Ternary ഓപ്പറേറ്ററിന്റെ ഉള്ളിൽ ഒരൊറ്റ ആളുള്ളൂ, ക്വസ്റ്റ്യൻ മാർക്ക്, കോളൻ. ഈക്വൽസും ഡബിൾ ഈക്വൽസും തമ്മിലുള്ള വ്യത്യാസം 2 പോയിന്റ്സ് പഠിച്ചു വെക്കാം. ആദ്യം എത്ര പോയിന്റ്, അത് ഏത് ടൈപ്പാന്ന് പറഞ്ഞു വെക്കാം. ഫസ്റ്റ് വൺ ഈസ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്, എന്നാൽ ഇത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. ഇത് അസൈൻ സം വാല്യൂ, ഇതെന്താ ചെക്ക് ദ വാല്യൂ. Write for the statement to decrement the value of a variable by 1. 1 കുറയണം,
ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഒന്ന് കുറയണം, എക്സ് മൈനസ് മൈനസ്. രണ്ടാമത്തത് മൈനസ് മൈനസ് എക്സ്. മൂന്നാമത്തത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും എക്സ് വന്നാൽ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം, എക്സ് മൈനസ് ഈക്വൽ ടു 1. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 5 ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, വേരിയബിൾ ഉണ്ടാക്കുക ഇൻറ്റി എക്സ്. വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ വാല്യൂസ് കൊടുക്കണം. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് എക്സ് ഈസ് ഈക്വൽ ടു 10. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ സി ഇൻ എക്സ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഏതാ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്? സി ഔട്ട് എക്സ്. യെസ്. രണ്ടാമത്തത് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ വാല്യൂസ് കൂടി കൊടുക്കാം. സോ നെക്സ്റ്റ് വൺ, സ്ട്രക്ചർ ഓഫ് C++. ആ 3 ലൈന് മാത്രം ഇതാ. ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ. എഴുതേണ്ടത് ഇങ്ങനെ ഇതാ, റിട്ടേൺ 0. LC ലാഡറും സ്വിച്ചും നമ്മളെ കമ്പാരിസൺ. 4 പോയിന്റ്. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. LC ലാഡറിൻ്റെ ഉള്ളിൽ ഏത് ടൈപ്പ് ഓപ്പറേറ്റേഴ്സും പറ്റും. സപ്പോർട്ട് റിലേഷൻ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. എന്നാൽ സ്വിച്ചിൻ്റെ ഉള്ളിൽ ഇക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമേ പറ്റുള്ളൂ. LC ലാഡറിൻ്റെ ഉള്ളിൽ എനി റേഞ്ച് ഓഫ് വാല്യൂസ് വെച്ചും, ഇൻറ്റീജറും ക്യാരക്ടറും ഫ്ലോട്ടും വെച്ചും. എന്നാൽ ഇത് ഇൻറ്റീജറും ക്യാരക്ടറും മാത്രമേ പറ്റുള്ളൂ. ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ ഇഫ് വെൻ നോ മാച്ച് ഫൗണ്ട് എൽസ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. മറ്റേതാണെങ്കിൽ ഡീഫോൾട്ട് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. സിൻഡാക്സ് ഓഫ് സ്വിച്ച് പഠിക്കണം. സ്വിച്ചിൻ്റെ സിൻഡാക്സ്, സ്വിച്ച് എന്ന് എഴുതും. സ്വിച്ചിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ കണ്ടീഷൻ പ്ലേസ് ചെയ്യും. കണ്ടീഷൻ എഴുതിയതിന് ശേഷം കേസ് വാല്യൂ എന്ന് എഴുതേണ്ടതെല്ലാം എഴുതാ ബ്രേക്ക്. വീണ്ടും അടുത്ത കേസ് വാല്യൂ എഴുതേണ്ടതൊക്കെ എഴുതാ ബ്രേക്ക്. ഇതൊന്നുമല്ല എങ്കിൽ അവസാനത്തെ വാക്കാണ് ഡീഫോൾട്ട് വാക്ക്. യെസ്. റീറൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ട പണി, ഇത് കണ്ടീഷണൽ ഓപ്പറേറ്ററാ. ഇതിനെ ഈഫെൽസിലേക്ക് മാറ്റുമ്പോൾ ഈഫ് എഴുതും. ആ കണ്ടീഷൻ മാത്രം ഇങ്ങോട്ട് എഴുതാം. മാർക്ക് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ സി ഔട്ട് പാസ് എന്നാണ്. സി ഔട്ട് പാസ്ഡ്, ആള് പാസ്സായി. അല്ലെങ്കിൽ സി ഔട്ട് ഫെയിൽഡ്. തീർന്നു. സോ നെക്സ്റ്റ് വൺ, എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും നമ്മളെ വ്യത്യാസം. 3 പോയിന്റ് എഴുതണ്ടേ. എൻട്രി കൺട്രോൾ ലൂപ്പ്, കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ ബോഡി. അവിടെ കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ ബോഡി. നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. ഫോർ ലൂപ്പും വൈൽ ലൂപ്പാണ്. ഇവിടെ എക്സാമ്പിൾ ഡു വൈൽ ലൂപ്പാണ്. വാട്ട് ആർ ദ കമ്പണൻസ് ചോദ്യം വന്നാൽ 4 കമ്പണൻസാണ് പഠിക്കാനുള്ളത്. ഇനീഷ്യലൈസേഷൻ. ഈ ഇനീഷ്യലൈസേഷൻ ആണ് ഈ സാധനം i ഈസ് ഈക്വൽ ടു 1 എഴുതിയത്. രണ്ടാമത്തതാണ് ഈ i ലെസ് ദാൻ 10. അതിനെ പറയുന്ന പേരാണ് കണ്ടീഷൻ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ബോഡി ഉണ്ട്. ബോഡി എന്ന് പറഞ്ഞാൽ ആ ഫോർ ലൂപ്പിന്റെ ഉള്ളിലുള്ള സാധനം. ഇതിനെ പറയുന്ന പേരാണ് ബോഡി. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അപ്ഡേഷൻ ഉണ്ട്. അപ്ഡേഷൻ ആണ് ആ മുകളിൽ എഴുതിയ സാധനം i++. ഇപ്പോൾ ഫോർ ലൂപ്പിന്റെ 4 കമ്പണൻസ് അവിടെ തീർന്നു. ബ്രേക്ക് വേഴ്സസ് കണ്ടിന്യൂ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ഫ്രം ദ ലൂപ്പാണ്. 1 മുതൽ 10 വരെയുള്ള ഫോർ ലൂപ്പിൽ 5 എത്തുമ്പോൾ ബ്രേക്ക്. അപ്പോൾ ആൻസർ എന്താ വരിക? 1 2 3 4 വരും. എന്നാൽ ബ്രേക്കിൻ്റെ സ്ഥാനത്ത് കണ്ടിന്യൂ ആണെങ്കിൽ, കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ 1 2 3 4 5 സ്കിപ്പാവും. 6 7 8 9 10 അവിടെ ആ സെക്ഷൻ അവിടെ പൂർണ്ണമായി. അറയിലേക്ക് എത്തി. അറേൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. 3 പോയിന്റ് പഠിക്കണം. അറേ എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള സാധനത്തിനെ പറയുന്ന പേരാണ് അറേ. അറേ ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ എലമെന്റ്സ്. റെഫറൻസ് ഇടേണ്ട സിംഗിൾ നെയിം ആണ്. ഹോമോജീനിയസ് ആണ്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഗിവ് എൻ എക്സാമ്പിൾ ആണ്. അറേ എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള കുറേ സാധനം. ഇൻറ്റ് A of 20. തീർന്നു. അപ്പോൾ 20 നമ്പേഴ്സ് ഉണ്ടാവും. 20 നമ്പേഴ്സ്. ബബിൾ സോർട്ട് നിർബന്ധമായിട്ട് പഠിക്കണം. ഒരു അപ്പീലുമില്ല ബബിൾ സോർട്ടിൻ്റെ അൽഗോരിതംസ്. അതേപോലെ ഓർത്ത് വെക്കേണ്ട അവസാനം അറേൻ്റെ ഓപ്പറേഷൻസ് നോക്കണം. അറേ ഓപ്പറേഷൻസ്. അറേയുടെ ഓപ്പറേഷൻസ് ആകെ 4 ഓപ്പറേഷൻസ് ആണുള്ളത്. 3 ഓപ്പറേഷൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. പക്ഷേ നമ്മൾ എക്സ്ട്രാ ഓപ്പറേഷൻസ് കയറ്റണം. ഒന്ന് ഇൻസേഷൻ ആണ്. രണ്ടാമത്തത് ഡിലീഷൻ ആണ്. ഒരു എലമെന്റ് ഉണ്ടോ എന്ന് തപ്പണം, സെർച്ചിങ് ആണ്. മൂന്നാമത്തെ സാധനം സോർട്ടിങ് ആണ്.
ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ട്രാവേഴ്സൽ ആണ്. 5 ഓപ്പറേഷൻസ് എഴുതണം നിർബന്ധമാണ്. സോ ബബിൾ സോർട്ടിൻ്റെ അൽഗോരിതം പഠിക്കാം. ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും തമ്മിലുള്ള വ്യത്യാസം നിർബന്ധമായിട്ടും പഠിക്കണം. സോ നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ സീൻ ഗെറ്റ്സ്. മുഹമ്മദ് ജസീം എന്നുള്ള എൻ്റെ പേര് രണ്ടും വരണമെങ്കിൽ, മുഹമ്മദും വരണം ജസീമും വരണമെങ്കിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഗെറ്റ്സ്. കൺസോൾ IO ഫംഗ്ഷൻസിൽ ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ ഉണ്ട്, പുട്സ് എന്ന ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ ഗെറ്റ് കെയർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ പുട്ട് കെയർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. എന്നാൽ ഇവിടെ സ്ട്രീം IO ഫംഗ്ഷൻസിലേക്ക് വരുമ്പോൾ ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ, പുട്ട് എന്നുള്ള ഫംഗ്ഷൻ, ഗെറ്റ് ലൈൻ ഉണ്ട്, അതേപോലെ റൈറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ. മോഡുലാർ പ്രോഗ്രാമിംഗ്. എന്താണ് മോഡുലാർ പ്രോഗ്രാം? എ ബിഗ് പ്രോബ്ലം ഈസ് സബ് ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്മാൾ സബ് പ്രോബ്ലംസ്. അതിൻ്റെ മെറിറ്റ് പഠിക്കണം. R. Reduce the program size, reduce the chances of error, reduce the complexity and reusable. എന്താണ് ഫംഗ്ഷൻ എന്ന് എഴുതാം. അതിൻ്റെ സിൻടാക്സ് ജസ്റ്റ് നോക്കാം. കാൾ ബൈ വാല്യൂം കാൾ ബൈ റെഫറൻസും തമ്മിലുള്ള കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ റിക്കർഷൻ, എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ബൈ ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് റിക്കർഷൻ. അതിൻ്റെ പ്രോഗ്രാം നോക്കണം. അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് കണക്ട് ചെയ്താൽ ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റും, റിസോഴ്സ് ഷെയർ ചെയ്യാൻ പറ്റും, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, സ്കേലബിൾ ആണ്, റിലയബിൾ ആണ്. റൗട്ടറും ഗേറ്റ്വേയും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറെൻറ്റ് നെറ്റ്വർക്കാണ്, സെയിം പ്രോട്ടോക്കോൾ ആണ്. എന്നാൽ ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്, ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾ ആണ്. ടോപ്പോളജി വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പോളജി, യെസ്, 4 ടൈപ്പ് ടോപ്പോളജിയാ. ബസ്, റിങ്, സ്റ്റാർ, മെഷ്. അതിൻ്റെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് പാന്, ലാന്, മാന്, വാന്. അതുപോലെ യെസ്, ഇതിനെ പറയുന്ന പേരാണ് പ്രോട്ടോക്കോൾ. URL contain 3 elements. ഈ നടുവിൽ എഴുതിയതിനെ പറഞ്ഞ പേരാണ് ഡൊമൈൻ നെയിം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഫയൽ നെയിം. ഇതിനെ പറഞ്ഞ പേരാണ് ഫയൽ നെയിം. അപ്പോൾ URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ contain 3 parts: protocol, domain name and file name. The last one. Difference between dial-up connection and broadband connection. 4 പോയിന്റ്. ഡയലപ്പിൽ റിക്വയർഡ് ഡയലിംഗ് ആണ്, അത് ഓൾവേസ് ഓൺ ആണ്. ഇത് ഫാസ്റ്റ് സ്ലോ ആണ്, ഇത് ഫാസ്റ്റ് ആണ്. ഡയലപ്പ് മോഡമാണ്, ബ്രോഡ്ബാൻഡ് മോഡമാണ്. ഇത് വോയിസ് ഓർ ഡാറ്റ നടക്കുള്ളൂ, മറ്റേ സൈമൾട്ടേനിയസ് വോയിസ് ആൻഡ് ഡാറ്റ. ആൻഡ് ക്ലാസിഫിക്കേഷൻ സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് ഫോറം, സോഷ്യൽ ബ്ലോഗ്, മൈക്രോ ബ്ലോഗ്, വിക്കീസ്, സോഷ്യൽ നെറ്റ്വർക്ക്സ് ആൻഡ് കണ്ടന്റ് കമ്മ്യൂണിറ്റീസ്. സൈബർ അറ്റാക്കുകൾ, വൈറസ്, വേം, ട്രോജനോസ്, ഫിഷിങ്, സ്പാം. ആ ഫിഷിങ് നോക്കാതെ പോവരുത് മക്കളെ, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, അതോടൊപ്പം മൊബൈലിൻ്റെ സർവീസസ്, SMS, MMS, GPS, സ്മാർട്ട് കാർഡ്. ഇത് മതി. സെറ്റല്ലേ? റെഡി അല്ലേ? താങ്ക് യു.